ഓരോ റണ്ണ് കഴിയുമ്പോഴും ഞാനിടുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. ഞാൻ റൺ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ടൈം, പേസ് ഒക്കെ ഉള്ള ഒരു ഓവർലേ ഉള്ള സ്റ്റോറീസാണ് ഞാൻ സാധാരണ ഇടുന്നത്. സോ ഒരു സ്ട്രാവ അക്കൗണ്ട് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലത്തെ ഒരു സ്റ്റോറി ഇടാം. അതെങ്ങനെയെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ഓൾറെഡി ഒരു സ്ട്രാവ യൂസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സ്ട്രാവയിൽ റൺ റെക്കോർഡ് ചെയ്യുന്നത്. ജസ്റ്റ് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക, റണ്ണ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുമ്പോഴത്തേക്ക് റണ്ണിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്ട്രാവ അക്കൗണ്ടിൽ വരും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ വാച്ച് യൂസ് ചെയ്ത് സ്ട്രാവായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ വാച്ചിലെ റണ്ണിങ് ആപ്പ് യൂസ് ചെയ്ത് റൺ ചെയ്തതിന് ശേഷം സ്ട്രാവായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റും. സോ സിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഒരു ആക്ടിവിറ്റിയുടെ ഒരു സ്ക്രീൻ വരും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് റൺ, ഈവനിങ് ആണെങ്കിൽ ഈവനിങ് റൺ, നൈറ്റ് ആണെങ്കിൽ നൈറ്റ് റൺ, അങ്ങനെ വരും. സോ ആ ഒരു സ്ക്രീനിൽ നിന്ന് നിങ്ങൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഷെയറിൻ്റെ ഒരു സിമ്പിൾ ഈ കാണുന്ന പോലെ കാണാൻ പറ്റും. സോ ആ ഷെയർ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും. ഈ ഷെയറിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനമായിട്ടൊരു ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള മാപ്പിൻ്റെ ഒരു സംഭവം കിട്ടും. അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നൊരു ബട്ടണും കാണും. സോ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല, സ്ക്രോൾ ചെയ്ത് ആ ഓവർലേയുടെ മുകളിൽ പോവുക, ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, അതിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജിൽ ഈ മാപ്പ് ഡൗൺലോഡായി കിടക്കും. ഇത് ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. സോ ജസ്റ്റ് ആ കാണിക്കുന്ന സാധനങ്ങൾ മാത്രമേ വരുള്ളൂ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരില്ല. ഇൻസ്റ്റയിൽ നിങ്ങൾ സാധാരണ ഒരു സ്റ്റോറി ഇടുന്ന പോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോവുക, സ്റ്റോറി സെലക്ട് ചെയ്യുക, ഇമേജ് ഏതാണെന്ന് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിലുള്ള സ്റ്റിക്കർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റിക്കർ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഫോട്ടോ എന്നൊരു ഓപ്ഷൻ വരും. ആ ഫോട്ടോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മീഡിയ ഗാലറിയിൽ ഉള്ള ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഓവർലായിട്ട് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഓൾറെഡി ട്രാൻസ്പാരൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സാധനം സ്ട്രാവയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം എവിടെയാണോ ആ ഒരു മാപ്പിൻ്റെ ഓവർലേ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ചെയ്യുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, സ്റ്റോറി പോസ്റ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് ടിപ്സും കണ്ടൻറ്റും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.